നമസ്കാരം. ജയസൂര്യയെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ. യഥാർത്ഥത്തിൽ നിരവധി പേർ എന്നെ വിളിച്ചു. ഇന്ന് യാത്രയിൽ കണ്ട പലരും ചോദിച്ചു, വാതിലിന് ഇത്രയും വലിയ പ്രാധാന്യമുണ്ടോ? എന്നാലൊരു സത്യം പറയട്ടെ, വാതിലിന് മാത്രമല്ല, ജയസൂര്യയുടെ പ്രോഗ്രാം ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മളൊരു ഭൂമി മേടിക്കുകയും അവിടെ വീട് വെക്കുകയും അവിടെ താമസിക്കുകയോ ഒക്കെ ചെയ്യുന്ന എന്താണ്? ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് എന്ന് പറയുന്നത് സ്വപ്നമാണ്. ജീവിതം തന്നെ ഒരു സ്വപ്നമാണ്. കൗമാരത്തിൽ കാണുന്നതും ശൈശവത്തിൽ കാണുന്നതും ബാല്യത്തിൽ കാണുന്നതും ഒക്കെ ഞാൻ ഇതിനെക്കുറിച്ചിട്ടെല്ലാം ധാരാളം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഗൃഹം എന്ന് പറയുന്നത് ഒരു ഏറ്റവും സമ്പന്നനായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു വീട് മേടിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ച്, അത് ഉത്തമത്തിലല്ലെങ്കിൽ, ഞാനൊരു ഉദാഹരണം പറയാം. ഇന്നലെ മുറിപ്പാലത്തറി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ 4 ദിവസമായിട്ട് കർണേക്ഷി ഉപാസനയിലൂടെ ഫലം പറയുകയായിരുന്നു. 20 പേരെ 10 പേരായിരുന്നു, അത് 20 പേരായി, 30 പേര് വരെ വന്ന ദിവസങ്ങളുണ്ട്. അവിടെ പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. ശാരീരികമായിട്ടുള്ള 63 വയസ്സായ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് ചെവി അടഞ്ഞു പോകും, ഇല്ലെങ്കിൽ എനിക്ക് സൂക്ഷ്മമായി കേൾക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള നിരവധി വിഷയങ്ങളുണ്ട്. പക്ഷേ ചില വിഷയങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ, ഒരാൾ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ വരാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ച് ചില നിഗമനങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും, ചില ചിന്തകൾ. എന്തായാലും ഈ തിരക്കുള്ള സമയത്ത് 1 മണി വരെയാണ്, 2 മണി വരെ പോകും. ഫലം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആഢ്യത്വമുള്ള ഒരു സ്ത്രീ വന്നു. അവരെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ അറിയാം, അവരൊരു കുലീനയായ സ്ത്രീയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖത്ത് ഒരു ദുഃഖത്തിൻ്റെ ഭാവമുണ്ട്. ഇഷ്ടംപോലെ സ്വർണമൊക്കെ ധരിച്ചിട്ടുണ്ട്. ശാരീരികമായിട്ടുള്ള അവശതകളൊന്നും കാണുന്നില്ല. പക്ഷേ അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അവർ അനുഭവിക്കാൻ പോകുന്ന, ഇല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുരന്തം, അത് അവരെ വേട്ടയാടുന്ന പോലെ നോക്കും. ഏതോ പ്രൗഢയായ ഏതോ മുതലാളിയുടെ മകളായിട്ട് ജനിച്ചിരിക്കുന്നു, ഏതോ നല്ല അമ്മയുടെ പ്രാർത്ഥനയുള്ള മകളായിട്ട് ജനിച്ചിരിക്കുന്നു. പക്ഷെ അവരെപ്പോഴോ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്നു കയറിയ പുരുഷന് ദൈവത്തിൽ വിശ്വാസമില്ല, പകരം പണത്തിൽ മാത്രമേ വിശ്വാസമുള്ളൂ. തനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരില്ല എന്നും, താനെന്നും സമ്പന്നനായിട്ട് ജീവിക്കാമെന്നും, ഈ ഭാര്യയുടെ അച്ഛൻ ഉണ്ടാക്കിയ സമ്പത്ത് കൂടെ തൻ്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ താനൊരു കോടീശ്വരനായി മാറും, അതുകൊണ്ട് തനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാം, ഇവിടെ ദൈവങ്ങളൊന്നുമില്ല, 1 രൂപ നാണയം പോലും ഒരു ക്ഷേത്രത്തിലേക്ക് കൊടുക്കില്ല, 2 കുട്ടികൾ ജനിച്ചു, ആ കുട്ടികളോട്ട് യാത്ര ചെയ്യില്ല, അങ്ങനെയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള മനുഷ്യൻ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളെ ഉപദ്രവിക്കുമോ? അപ്പോൾ അവർ അതിന് മറുപടി പറഞ്ഞില്ല. കാരണം ഒരു കുലീനയായ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് എത്ര ദ്രോഹിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി അവർക്ക് ഭർത്താവിനെ മറന്ന്, ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ ചേഷ്ടകൾ അല്ലെങ്കിൽ രീതികൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ അവരോട് കാണിക്കുന്ന സഹിഷ്ണുതയൊക്കെ അവർക്ക് പുറത്തു പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു കുലീനയായ സ്ത്രീ അങ്ങനെയാണ്. പക്ഷെ പല സ്ത്രീകളും അങ്ങനെയല്ല. അവരിപ്പോൾ കരിക്കാം ക്ഷേത്രത്തിലെ നടപ്പടിയിൽ വന്ന് ഭർത്താവിന് അടുത്ത കാലത്ത് പറഞ്ഞാണ്, സ്വാമി ഞാൻ മോശക്കാരിയാണെന്ന് എൻ്റെ ഭർത്താവ് പറയുന്നു, അയാളോട് സ്വാമി ഒന്ന് സംസാരിക്കൂ, ഞാൻ കരിക്കാം ക്ഷേത്രത്തിലെ തിളച്ച എണ്ണയിൽ വന്ന് കൈമുക്കി പറയാം, ഞാൻ അയാളല്ലാതെ മറ്റൊരു പുരുഷൻ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല എന്ന്. അയാൾക്കതിന് കഴിയുമോ? അയാൾ എൻ്റെ ബന്ധുക്കളോട് മുഴുവൻ, എൻ്റെ സുഹൃത്തുക്കളോട് മുഴുവൻ, എൻ്റെ മക്കളോട് മുഴുവൻ ഇത്തരം അനാവശ്യമായുള്ള കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് മാനസികാഘാതം ഉണ്ടാകുന്നു. എനിക്ക് എൻ്റെ മക്കളുടെ മുഖത്ത് നോക്കാൻ വയ്യ. കാരണം അയാളുടെ ഒരു പരസ്ത്രീ ബന്ധം ഈ ഭാര്യ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ നിലനിൽപ്പിന് വേണ്ടി അയാൾ പറഞ്ഞുണ്ടാക്കിയതാണ്. സ്വാമി അയാളോട് പറയൂ, കരിക്കാൻ ക്ഷേത്രത്തിൻ്റെ ദേവിയുടെ ഉഗ്രമൂർത്തിയായ കരിക്കാൻ ദേവിയുടെ നടയിൽ അവിടെ തിളച്ച എണ്ണയിൽ കൈമുക്കിയാൽ സത്യം തെളിയുമല്ലോ, അത് ഞാൻ ചെയ്യാം, അയാൾ അതിന് തയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ. ഞാൻ അവരെൻ്റെ മുമ്പിൽ കണ്ണീർ വാർത്തിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ കാലം തെളിയിക്കുന്ന സത്യങ്ങളല്ലേ, അദ്ദേഹം നിലനിൽപ്പിന് വേണ്ടി അങ്ങനെ പറഞ്ഞോട്ടെ, പക്ഷെ നിങ്ങൾ ശുദ്ധയായി തന്നെ ജീവിക്കൂ, നിങ്ങളുടെ മക്കൾക്ക് എങ്ങനെയെങ്കിലും ഒരിക്കൽ നിങ്ങളെ മനസ്സിലാകും. ഇല്ല സ്വാമി, എൻ്റെ മക്കൾക്ക് പോലും എന്നെ മനസ്സിലാകുന്നില്ല. അങ്ങനെയുള്ള ഭാര്യമാരും. ഒരു ഭർത്താവ് എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ ഭർത്താവ് വിദേശത്ത് വളരെ കാലം ജോലി ചെയ്തിട്ട് നാട്ടിലേക്ക് വന്നയാളാണ്. അദ്ദേഹം വീട് വെച്ചു, ഭാര്യയുമായിട്ട് സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു ചെറിയ കട തുടങ്ങുന്നു. ആ കടയിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നു.
അപ്പോൾ ഇദ്ദേഹത്തിന് രഹസ്യമായിട്ടൊരു അറിവ് കിട്ടുന്നു, തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ടെന്ന്. മറ്റൊരാൾ ആരുമല്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ്. ആ സുഹൃത്തിന് ഭാര്യയും വേറെ മക്കളും ഒക്കെ ഉണ്ട്. ഇയാളെക്കാൾ കുറേ കൂടെ ആരോഗ്യവും ഒക്കെ ഉണ്ടാകുന്ന ആരോഗ്യവും സമ്പത്തും ഒക്കെ ഉള്ള ആളാണെന്ന് തന്നെ കരുതിക്കോളൂ. അപ്പോൾ ഭാര്യയെടുത്ത് പല പ്രാവശ്യം അദ്ദേഹം ഒരു ഉപദേശ രൂപേണ പറഞ്ഞു. ആ ഉപദേശമൊന്നും നിങ്ങൾക്ക് സംശയ രോഗമാണ്, നിങ്ങൾക്ക് ഭ്രാന്താണ് എന്നൊക്കെ പറഞ്ഞ് ആ ഭാര്യ അയാളെ തീവ്രമായി ആക്ഷേപിച്ചു. തീവ്രം എന്ന് പറയുമ്പോൾ അയാളെ വേദനിപ്പിക്കാവുന്ന വിധത്തിൽ ആക്ഷേപിച്ചു. എല്ലാ ഭർത്താക്കന്മാരെ പോലെയല്ല, ചില ഭർത്താക്കന്മാർ വിഡ്ഢികളും പമ്പര വിഡ്ഢികളും ഒക്കെ ആയതുകൊണ്ട് ഉണ്ടാക്കിയ സ്വത്തും സമ്പത്തും ഒക്കെ ഭാര്യയുടെ പേരിൽ തന്നെ എഴുതി കൊടുത്തതുകൊണ്ടും വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടും കട ഭാര്യയും ഭാര്യയുടെ സഹോദരനും കൂടെ ചേർന്ന് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് ഇയാൾ അവിടെ ഒരു ജോലിക്കാരനെ പോലെയാകുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തുന്ന ഒരു ഘട്ടം വരെ എത്തി. ഒരു രക്ഷതരത്തിലും തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, തൻ്റെ കയ്യിൽ പണവുമില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്വാമി അവളോട് പറയൂ, ഞാൻ കരിക്കാൻ സ്വാമിയുടെ ഒരു കപട സന്യാസിയുടെ ആത്മകഥ ഞാൻ വായിച്ചു. അതിൽ കരിക്കാൻ ക്ഷേത്രത്തിലെ തിളച്ചെണ്ണയിൽ ഞാൻ കൈമുക്കി സത്യം ചെയ്യാം. അവളോട് അങ്ങനെയൊന്ന് ചെയ്യാൻ പറയൂ. എൻ്റെ മനസ്സിൽ അവളല്ലാതെ മറ്റൊരു സ്ത്രീയില്ല, അവളോടൊന്ന് പറയൂ അവൾ അങ്ങനെ ഒന്ന് ചെയ്യാൻ. ഞാൻ പറഞ്ഞു, ദാമ്പത്യത്തിലുണ്ടാകുന്ന ബന്ധങ്ങൾ, ദാമ്പത്യത്തിലുണ്ടാകുന്ന പൊരുത്തക്കേടുകൾ ഇതൊന്നും ഒരു ക്ഷേത്ര നടയിൽ തിളച്ച എണ്ണയിൽ കൈമുക്കി പറയേണ്ടതല്ല, ഒരു മനസാക്ഷിയെ സംബന്ധിച്ചിടത്തോളമാണ്. അത്തരത്തിൽ ജീവിക്കുകയൊക്കെ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണമെങ്കിൽ പണമുള്ളവർക്ക് ഇത്തരത്തിലുള്ള എന്ത് കാര്യങ്ങളും ചെയ്യാം. പക്ഷേ സ്വന്തം മനസാക്ഷിയോട് നമ്മൾ ചോദിക്കുമ്പോഴുള്ള ചില ചോദ്യങ്ങളുണ്ട്, അതിന് ചിലപ്പോൾ കാലം തരുന്ന ഉത്തരങ്ങളാവും, അത് വളരെ വൈകും. അപ്പോൾ എന്തായാലും അദ്ദേഹം ഒറ്റപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നാട് വിട്ടു പോകും, ഞാൻ എങ്ങോട്ട് പോകും. ഞാൻ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ഇപ്പോഴും. ഞാൻ പറഞ്ഞു, നിങ്ങൾ കരിക്കാൻ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്ഷേത്രത്തിലും പോകണ്ട, നിങ്ങൾ ഏകാന്തനായിട്ട് നിങ്ങൾ. അപ്പോൾ ഭാര്യ ഭക്ഷണം പോലും വിളമ്പി കൊടുക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ചില ഓർമ്മകൾ ചിലത് വേട്ടയാടുമല്ലോ. അദ്ദേഹത്തിന് അങ്ങനെ പഴയ കാലത്തിൽ എന്തെങ്കിലും ഒരിക്കൽ തൻ്റെ ഭാര്യ തൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്നും ആ ചതിയനായ സുഹൃത്തിനെ തിരിച്ചറിയും എന്നൊക്കെ ഇദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, ഭാര്യയുടെ സഹോദരനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇയാൾക്കത് ജീവിതം തിരിച്ചു കിട്ടില്ല എന്നറിയാം. എൻ്റെ മക്കളെങ്കിലും ഒരിക്കലെങ്കിലും എന്നെ തിരിച്ചറിയുമോ എന്ന് ചോദിച്ച ചോദ്യത്തിന് നമുക്കൊരു ഉത്തരമില്ലാതായി. ഞാനിത് ഉദാഹരണമായിട്ടിത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ കുലീനയായ സ്ത്രീ അവർ പറഞ്ഞു, ഇങ്ങനെ ഇഷ്ടം പോലെ സ്വത്തും പണവും സമ്പാദ്യവും ഒക്കെ മേടിക്കും. അങ്ങനെ ഒരു സ്ഥലത്ത് ഇദ്ദേഹം വലിയ വീടുകൾ വയ്ക്കും, അത് നഷ്ടത്തിന് വിൽക്കും. ക്ഷേത്രമോ കാവോ കുളമോ ഒന്നും പുള്ളിക്ക് പ്രശ്നമില്ല. അങ്ങനെ അതാണ്. എല്ലാ മനുഷ്യർക്കും ഒരു രാജയോഗ കാലമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഏത് മനുഷ്യനും ഏത് ഭൈരവനും ഒരു കാലം വരും എന്ന് പറയും. ഭൈരവനെ നമുക്ക് പറയാൻ പറ്റൂ. അതേപോലെ ഇദ്ദേഹത്തിന് ഒരു കാലം രാജയോഗം, ശുക്രദശയും രാജയോഗം ഉണ്ടായിരുന്ന കാലഘട്ടത്ത് ഇഷ്ടംപോലെ സമ്പാദിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഇത് ഇന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വീട് നിങ്ങളുടെ എല്ലാ സ്വത്തും കൂടെ എടുത്തുകൊണ്ടുവന്ന് മേടിച്ചാലും നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു ഭൂമിയുണ്ട്. ആ ഭൂമി ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ്. അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ഒഴുകുന്ന നദിയൊക്കെയുണ്ട്. നിങ്ങൾക്ക് എത്ര ജീവിതകാലം മൊത്തം ഏറ്റവും സമ്പന്നനായി ജീവിക്കാൻ പറ്റുന്ന, ഏറ്റവും സമൂഹത്തിൽ വില കിട്ടാവുന്ന, സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നാൽ നല്ല ആഠ്യത്തോടു കൂടി ജീവിക്കാനും നിലയും ഒക്കെ ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. നിങ്ങളത് മേടിച്ചോളൂ, മേടിച്ചാൽ വില കുറച്ച് കിട്ടും എന്ന് പറഞ്ഞു. അയാൾ ഒരു കാര്യവും ഈ ഭാര്യയോട് ആലോചിക്കത്തില്ല. പക്ഷേ ഈ കാര്യം എങ്ങനെയോ അറിഞ്ഞപ്പോൾ ഈ ഭാര്യയെ എടുത്ത് ആരോട്ടൊക്കെ പറഞ്ഞു, ആ സ്ഥലം മേടിക്കരുത്, ആ സ്ഥലം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, ആ സ്ഥലത്ത് ഇങ്ങനെ എന്തോ ഒരുപാട് സംഭവങ്ങളുള്ളതാണ്, പലരും വന്ന് നോക്കിയിട്ട് പോയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഭാര്യ എന്നൊക്കെ ഭാര്യയോട് പറഞ്ഞു. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ദേ ഇങ്ങനെയുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ദേ അവിടെ ഇങ്ങനൊരു പ്ലാവ് ഉണ്ടായിരുന്നോ, പ്ലാവ് വല്ലതും ഉണ്ടായിരുന്നോ, അവിടെ എന്തെങ്കിലും വിളക്ക് വെച്ചിരുന്നതായിട്ട് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ അത്ഭുതത്തോടെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഉണ്ട് സ്വാമി, അവിടെ ആ പ്ലാവിലേക്ക് ഒരു വിളക്ക് കയറ്റി വെച്ച് അവിടെ ഒരു മുല്ലപ്പൂ രാത്രി ഇടുമായിരുന്നു. ആൾക്കാർ വന്ന് വിളക്ക് വയ്ക്കുന്നതായിരുന്നു. ഇയാൾ ഈ സ്ഥലം മേടിക്കുന്ന സമയത്തേക്ക് ആൾക്കാർ വന്ന് പറഞ്ഞു, ഇത് മേടിക്കരുത്, ഇവിടെ വിഷയമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ മാവ് മുറിച്ച് കളയും. അവിടെ ഒരു ഭയങ്കര ബിൽഡിങ് കിട്ടുകയും ചെയ്തു. അന്ന് തുടങ്ങിയ ഒരു നാശമാണ് ഈ മനുഷ്യന്. നാശം എന്ന് പറഞ്ഞാൽ സർവത്ര നാശമാണ്. അവസാനം നിലനിൽപ്പില്ലാതെ വന്ന് ആ സ്ഥലം മറ്റൊരാൾക്ക് വിറ്റു. ആ വിൽക്കുന്നവർ അതിനേക്കാൾ ഭീകര വിഷയത്തിലാക്കിയായി കാട് പിടിച്ച് ക്ഷയിച്ച് ആ കെട്ടിടം അവിടെ കിടക്കുകയാണ്. സ്വാമി, ഒരു നിവൃത്തിയുമില്ല.
എങ്ങനെയാണ് എനിക്ക് 2 മക്കളും ഞാനുമായിട്ട് മുമ്പിലോട്ട് ജീവിക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് കണ്ണ് നിറഞ്ഞ് ദുഃഖിതയായിരിക്കുന്ന ആ സ്ത്രീയുടെ മുമ്പിൽ ഞാൻ നിശബ്ദനായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾക്കും പരിഹാരങ്ങളില്ല. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന, അവൻ്റെ അഹങ്കാരത്തിന് ചെയ്തു കൂട്ടുന്ന, അവൻ ശുക്രനിൽ രാജയോഗം നിലനിൽക്കുമ്പോൾ എനിക്കപ്പുറം മറ്റൊന്നില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞ ചില സിനിമാ നടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നുമില്ലായ്മയിൽ നിന്ന് കയറി വന്ന് അവർ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ, സമ്പന്നതയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെല്ലാം അശുക്കളാണ്. വളരെ കാലം, ജീവിതത്തിൻ്റെ അവസാന കാലം 24 മണിക്കൂറും ടെലിഫോൺ ബില്ല് ഇങ്ങനെ അടിക്കുന്നു, ആയിരക്കണക്കിന് പ്രൊഡ്യൂസർമാർ കാത്തു നിൽക്കുന്നു, സമ്പന്നത കൊണ്ട് ഇങ്ങനെ കുന്നുകൂടുന്നു, ആൾക്കാർ ആരാധനയോടെ നോക്കുന്നു, ദൈവവിഗ്രഹങ്ങളെക്കാൾ ശക്തിയിൽ തന്നെ നോക്കുന്നു എന്ന് സ്വയം വിചാരിക്കുന്ന മനുഷ്യർ ഒരു സുപ്രഭാതത്തിൽ ടെലിഫോണുകൾ നിശബ്ദമാകുന്നു, ആൾക്കാർ കാണുമ്പോൾ തിരിഞ്ഞു നടക്കുന്നു എന്ന സമയം വരുമ്പോഴാണ് താൻ എവിടെയാണ് നിൽക്കുന്നത്, തൻ്റെ സിനിമകൾ ഓടുന്നില്ല എന്നും തനിക്ക് ആരാധകരില്ല എന്നും താൻ പരാജയപ്പെട്ടു തുടങ്ങിയെന്നും മനസ്സിലാക്കുമ്പോഴത്തേക്ക് ഒരു ജനക്കൂട്ടവും ദൈവം പോലും അവരോടൊപ്പം ഉണ്ടാകാത്തുള്ള ഒരുപാട് കഥകൾ മലയാള സിനിമയിൽ തന്നെയുണ്ട്. സിനിമയിൽ മാത്രമല്ല, നാടകത്തിലും കലാകാരന്മാർക്കിടയിലും സമ്പന്നമായി ജീവിച്ചവരുടെ ഇടയിലും അഹങ്കരിച്ച് നിൽക്കുന്നവരുടെ ഇടയിലൊക്കെ ഒരുപാട് കഥകളുണ്ട്. ഇതൊന്നും നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. മനുഷ്യൻ എപ്പോഴും താൻ എന്താണ്, താൻ എവിടെയാണ് ജനിച്ചത്, തനിക്ക് ഈ ഭൂമിയിൽ നിന്നൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യവും, തനിക്ക് അധ്വാനിച്ചാൽ മാത്രമേ നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ളതും, തൻ്റെ പിതൃക്കൾ തനിക്കുണ്ടാക്കി തന്നതൊക്കെ തന്നെ താൻ നശിപ്പിച്ച് കളയുകയും അവരുടെ ഇരിപ്പിടങ്ങൾ നശിപ്പിക്കുകയും അവരുണ്ടാക്കിയ തെക്കതുകളും അവരുണ്ടാക്കിയ നാഗക്കവളും ഒക്കെ ഇടിച്ച് നിരത്തി വിറ്റ് ഒക്കെ നശിപ്പിച്ച്. അടുത്ത കാലത്ത് ഒരു വർഷം മുമ്പ് ടീച്ചറിൻ്റെ സുഹൃത്തായ ഒരു സ്ത്രീ എന്നോട് ഒരു വീട് വെക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞത് അവരങ്ങനെ മുകളിൽ അങ്ങനെ അടുത്തങ്ങണ്ടൊരു സർപ്പക്കാവുണ്ട്, അവരവിടെ താഴെ വീട് വെക്കണം. ഞാൻ പറഞ്ഞു, അബദ്ധമാണ് ചെയ്യുന്നത്. നിങ്ങളിനി എന്തെന്നൊക്കെ പറഞ്ഞാലും കാവെടുത്ത സ്ഥലത്തെ മണ്ണ് കൊണ്ടിടുക, കാവിൻ്റെ പരിസരത്ത് പോയി വീട് വെക്കുക, കാവിടിച്ച് കളഞ്ഞിട്ട് ദൈവമില്ല എന്ന് വിചാരിച്ച് ഇത്തരം ചെയ്യുന്നവർക്കല്ലേ എന്ത് അസ്തവിശ്വാസം ഞാൻ പരത്തു എന്ന് പറഞ്ഞാലും 3-ാം തലമുറ ഉണ്ടാക്കുന്ന, ഒരു തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകുന്ന അംഗവൈകല്യങ്ങൾ മാത്രമല്ല, മഹാദുരന്തങ്ങൾ, ശാരീരികമായ അവശതകൾ, സമ്പന്നത കൊണ്ടുള്ള സമ്പന്നത നശിച്ചു പോയിട്ട് ക്ഷയിച്ചു പോകുന്ന അവസ്ഥ, ഇതൊക്കെ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ മുമ്പിൽ വരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ സ്ഥലം മേടിക്കുമ്പോൾ, നമുക്ക് ദൈവം നല്ലതൊക്കെ തരുമ്പോൾ, ഒരു ദൈവത്തിനും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. ചില കാര്യങ്ങളിൽ ചില വിധികൾ അത് ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് സത്യങ്ങൾ ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്ത ഒരു ദൈവവും നേരിട്ടിറങ്ങി വന്ന് നിനക്കൊന്നും തരില്ല. ദൈവത്തെ മാത്രം വിളിച്ചുകൊണ്ട് ഒരു ജോലിയും ചെയ്യാതിരിക്കുന്ന ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. സ്വാമി, എനിക്കൊരു ജോലിയുമില്ല. ഞാൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാനൊരു അമ്പലത്തിൽ രാവിലെ എൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഞാൻ പോയിട്ട് വിളക്ക് വയ്ക്കും, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷേ എനിക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയുമില്ല. ഞാൻ പറഞ്ഞു, എങ്ങനെ ഉയരാനാണ്? താൻ കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വെച്ചിട്ട് പോയി ജോലി ചെയ്യണം, അധ്വാനിക്കണം, മൺമട്ടി എടുത്ത് വെട്ടണം, ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കണം, അപ്പോൾ തനിക്ക് വരുമാനം ഉണ്ടാകും. അമ്പലത്തിൽ വിളക്ക് വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വിളക്ക് വെളിച്ചമാണ്, ക്ഷേത്രങ്ങൾ ദൈവികമായിട്ടുള്ള ചൈതന്യ സങ്കല്പങ്ങളാണ്. അവിടെ നമുക്ക് വിളക്ക് വെച്ചാൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഊർജ്ജമുണ്ടാകും. അന്ധതയിൽ പ്രകാശത്തിന് അന്ധമാകുന്ന ലോകത്ത് ഒരു പ്രകാശം കൊണ്ടുണ്ടാകുന്ന ആ ഒരു ശക്തി അത് പ്രപഞ്ചത്തിലേക്ക് ഊർന്നിറങ്ങി മറ്റൊന്നായി മാറുന്നുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഇവിടെ തന്നെയൊക്കെ ഉണ്ട്. ഒരാളുടെ തെറ്റുകളും ഒരാളുടെ ശരികളും, തൻ്റെ തെറ്റുകളും തൻ്റെ ശരികളുമൊക്കെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി പോകുന്ന വിപത്തുകളും ഇതെല്ലാം തന്നെ നമ്മൾ തിരിച്ചറിയണം. നമുക്ക് മുമ്പേ കടന്നു പോകുന്നവർ ഒന്നും നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്നും നമുക്കുള്ളതെല്ലാം ഇവിടെ ഈ ശരീരം ഉൾപ്പെടെ നമുക്ക് ഉപേക്ഷിച്ചു പോയാലേ പറ്റുകയുള്ളൂ എന്നും നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ശാന്തിയും സമാധാനവും വേണമെന്നും ഒരാളെപ്പോലും ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുതെന്നും നോവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലം നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് കരഞ്ഞാൽ കണ്ണീരും മുറിഞ്ഞാൽ ചോരയും വരുന്നൊരു ശരീരം നമുക്കുണ്ടെന്നും ആ ശരീരത്തിൽ ഒരു മുറിപ്പാട് വീണാൽ പോലും ഉണ്ടാകുന്ന മുറിവ് അത് എത്രയോ കാലം അങ്ങനെ നിലനിൽക്കുന്നുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങളിലൂടെ നമ്മൾ ചില സത്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകണം. ഇതൊന്നും മനുഷ്യനില്ല. അവനപ്പം കിട്ടുന്ന പണം ലോട്ടറി മാത്രം എടുത്ത് ജീവിക്കുന്ന കുറേ പേരുണ്ട്. ലോട്ടറിക്ക് വേണ്ടി എത്രയോ പൈസ കിട്ടുന്നതിൽ 500 രൂപ ശമ്പളം കിട്ടിയാൽ 100 രൂപ കയ്യിൽ വെച്ചിട്ട് 400 രൂപയ്ക്ക് ലോട്ടറി എടുക്കും. ആ ലോട്ടറി കയ്യിൽ എടുക്കുന്നവരെ സ്വപ്നങ്ങൾ കാണും. ഈ ലോട്ടറി അടിച്ചാൽ എൻ്റെ അടുത്ത് ഈ മുറിപ്പാലപ്പടി നാടൻ തമ്പുരാൻ ക്ഷേത്രം കിടക്കണേണ്ട അറിയാം. ഞാൻ അവിടെ 1000 രൂപ വാങ്ങിക്കും, 1 രൂപ ദക്ഷിണയും വാങ്ങിക്കും. 1000 രൂപ ഞാൻ അവിടെ അമ്പലത്തിന് വേണ്ടി ചിലവാക്കും. ഈ അമ്പലം കിടക്കുന്ന ഒരു കിടപ്പ് വളരെ ദയനീയമാണ്. പുറത്തൊന്നും പിരിവ്, ആ ചാലക്കമ്പോളത്തിലൊക്കെ ഒരുപാട് പേരുണ്ടെങ്കിൽ 1 രൂപ നാണയം പോലും പിരിവ് തരത്തില്ല.
ആരും തരത്തില്ല, ഞാനത് വാങ്ങിക്കാറുമില്ല. അതിനിപ്പോൾ ഉത്സവം വരും, നമ്മുടെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എല്ലാ വിഗ്രഹങ്ങളിലും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. അവിടെ നടത്തിക്കൊണ്ട് പോകാനൊക്കെ വളരെ പ്രയാസമാണ്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ക്ഷേത്രം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങളിൽ നിന്ന് പോയി പിരിവ് മേടിക്കാനും ഇല്ലെങ്കിൽ ക്ഷേത്രം നടത്തണമെന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. അപ്പോൾ അതിങ്ങനെ കിടക്കുകയാണ്. അത് എത്ര കാലം എങ്ങനെ കിടക്കും? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അവിടെ പോയിട്ട് ആ ക്ഷേത്രങ്ങളെ അവിടെ മാടൻ തമ്പുരാനെയും യക്ഷിയെയും നാഗങ്ങളെയും ഒക്കെ സ്ഥാപിച്ച് അതിനെയൊക്കെ നിലനിർത്താൻ പരമാവധി ശ്രമിക്കുകയാണ്. അവരും എൻ്റെ കൂടെ കുടുംബക്കാരും കൂടെയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ക്ഷേത്രം നടത്തിക്കൊണ്ട് ഒരു എണ്ണയും തിരിയും മേടിക്കാൻ പോലും നിവൃത്തിയില്ലാത്തൊരു കാലഘട്ടത്താണ് ഞാൻ അവിടെ നിന്ന് ഈ ഫലങ്ങളൊക്കെ പറഞ്ഞ് ആ ക്ഷേത്രം ഉയർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഒരു വീടുകൾ പണിയാം, ഗോപുരങ്ങൾ പണിയാം, കെട്ടിടങ്ങൾ പണിയാം, മതിലുകൾ കെട്ടാം, പക്ഷേ ഒരു ക്ഷേത്രം പണിയുക എന്ന് പറയുന്നത് വളരെ കാര്യമല്ല. കാരണം ആ ചാലക്കമ്പോളത്തിലുള്ള ഒരാൾ പോലും ആ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പോകണമെന്നല്ലാതെ 1 രൂപ നാണയം ആ ഭണ്ഡാരത്തിലിടുന്നതായിട്ട് എനിക്കറിവില്ല. അതങ്ങനെയാണ്. ചില ക്ഷേത്രങ്ങളെ ദയനീയമായ അവസ്ഥകൾ അത് തന്നെയാണ്. അത് നമുക്ക് പിടിച്ചു വാങ്ങിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ കാലത്തിന് മുമ്പ് എന്തുകൊണ്ടാണ് ആ ക്ഷേത്രം അങ്ങനെ ആയിത്തീർന്നതിൻ്റെ പിന്നിൽ ഒരു കഥ കാണും. അതിപ്പോൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അന്വേഷിച്ച് അതിൻ്റെ പുറയിലൊക്കെ പോയാൽ പോലും അതെന്നെങ്കിൽ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞ് അത് ഒരു പക്ഷേ ഒരു മഹാക്ഷേത്രമായിട്ട് മാറാം. കാരണം ഒരു കാലത്ത് അവിടുത്തെ തമ്പുരാന് ശക്തി ഉണ്ടായിരുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കാലം പറയുന്നുണ്ട്. അതൊക്കെ കാലം തെളിയിക്കേണ്ട സത്യമാണ്. അവിടെ ഇപ്പം ആൾക്കാർ ഇങ്ങനെ മഹാക്ഷേത്രം, ഇപ്പം ഗുരുവായൂർ, ശബരിമല, ഇപ്പം ശബരിമലയൊക്കെ സംഭവിച്ച കണ്ടില്ലേ? ഇപ്പം ശബരിമലയിലെ തന്ത്രി ഉൾപ്പെടെ എല്ലാവരും നമ്മളെല്ലാം വാർത്തകൾ കേട്ട് പ്രോഗ്രാമുകളൊക്കെ ചെയ്തു. രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടപ്പോൾ അമ്പലങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. വിശ്വാസമില്ലാത്തവർ ക്ഷേത്രങ്ങൾ ഭരിച്ചു. അവിടെ എന്തൊക്കെ നടന്നെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ സാന്നിധ്യ ശക്തി കൊണ്ട് ദൈവത്തിൻ്റെ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയിൽ ആടി ഉലഞ്ഞു പോകാതിരിക്കട്ടെ മനുഷ്യൻ. അതൊരു വളരെ സത്യമാണ്. ഇനി ആരൊക്കെ ബോധിപ്പിക്കാൻ ശ്രമിച്ചാലും ആരെയൊക്കെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാലും കാലത്തിൻ്റെ കുത്തൊഴുക്കുണ്ട്. തെറ്റുകളുടെ കുത്തൊഴുക്കിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത, കാലത്തിൻ്റെ പടയോട്ടത്തിൽ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത, തെറ്റുകളുടെ പടയോട്ടത്തിൽ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത അഗാധമായ ഗർത്തത്തിലേക്ക് വീണു കഴിഞ്ഞാൽ എത്രയോ ജന്മാന്തരങ്ങളിൽ അവിടെ തന്നെ കിടക്കുന്നതാണ്. ദൈവമില്ല എന്ന് വിചാരിക്കുന്നവരും ദൈവത്തിന് ശക്തിയില്ല എന്ന് വിചാരിക്കുന്നതും ദൈവമെന്ന് പറയുന്നതൊക്കെ വെറും അന്ധതയാണെന്നും ഒക്കെ വിശ്വസിക്കുന്നവർക്കെല്ലാം നമ്മുടെ രാഷ്ട്രം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് വിശ്വസിച്ചേൽപ്പിക്കുന്നവരുടെ തെറ്റുകൾ ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല. എന്തായാലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തെറ്റിച്ചുകൊണ്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അയ്യപ്പൻ്റെ അവിടെ ഉണ്ടായി. നമ്മുടെ ശബരിമലയിൽ ഉണ്ടായപ്പോൾ നമ്മുടെ ഹൈന്ദവർക്കുണ്ടായ ദുഃഖം, ഹൈന്ദവരല്ലെങ്കിലും ലോകത്തെ സകല ഹൈന്ദവരും ദുഃഖിച്ചു കഴിഞ്ഞപ്പോൾ പോലും അവിടെ തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ തെറ്റുകൾ രേഖപ്പെടുത്താതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ എഴുതപ്പെടുന്ന സത്യങ്ങൾക്ക് മുമ്പിൽ വിറങ്ങലിച്ച് നിൽക്കേണ്ടി വരും. കാലം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ. അതങ്ങനെയാണ് മനുഷ്യൻ്റെ ഓരോ തെറ്റുകളും. താൽക്കാലിക ലാഭത്തിന് വേണ്ടി, താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടിയൊക്കെ മനുഷ്യൻ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ കാലം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടാൻ പറയാതെ വിറങ്ങലിച്ച് സ്തംഭിച്ച് ജഡാവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥ. കാലത്തെ വേദനിപ്പിക്കുന്ന ചില സത്യങ്ങൾ പുനർജനിച്ച് വരുന്ന കാലത്ത് പോലും നിൻ്റെ മനസ്സിൻ്റെയും തലച്ചോറിൻ്റെ അഗാധങ്ങളിലേക്ക് പേനകൾ കൊണ്ടിങ്ങനെ എഴുതി വയ്ക്കും. നീ ഇന്ന കാലഘട്ടത്തിൽ ഇന്ന ജന്മത്തിൽ ഇതൊക്കെ ചെയ്തപ്പോൾ നീ ചെയ്തു കൂട്ടിയതിൻ്റെയൊക്കെ പാപഫലങ്ങളാണ്. നീ ഈ ജന്മത്തിൽ അത് അനുഭവിക്കാൻ തയ്യാറായിക്കോളൂ. നീ അനുഭവിച്ചേ മതിയാവൂ. അവിടെ നിനക്ക് അധികാര കസേര ഉണ്ടാകില്ല, നിനക്കിരിപ്പിടങ്ങൾ ഉണ്ടാകില്ല, നിനക്ക് സുഖഭോഗങ്ങൾ ഉണ്ടാകില്ല, നിന്നെ പോറ്റാൻ ആളുകളുണ്ടാകില്ല, നിന്നെ ജയ് വിളിക്കാൻ ആളുകളുണ്ടാകില്ല, നിനക്ക് ധരിക്കാൻ കുപ്പായങ്ങൾ ഉണ്ടാകില്ല. നീ വെറും നഗ്നനാണ്, രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്നത് പോലെ ആ യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ മരവിച്ച് കേൾക്കാനും നാവ് പൊക്കാനും കഴിയാതെ, ശബ്ദിക്കാൻ കഴിയാതെ, എന്നാൽ ഉറക്ക നിലവിളിച്ച് കരയണമെന്ന് തോന്നിയാൽ ഒരു തുള്ളി കണ്ണീർ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ജനിക്കുന്ന മനുഷ്യൻ്റെ ആ ഒരു സത്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. എൻ്റെ മുമ്പിൽ വരുന്ന ഒരുപാടുടെ പൂർവ്വജന്മങ്ങൾ എടുക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്ന ഒരുപാട് സത്യങ്ങളുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ശബരിമല വിഷയത്തിലാണെങ്കിൽ പോലും ഞാനൊരു വാർത്ത ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട്, കാരണം എൻ്റെ നിഗമനങ്ങൾക്കപ്പുറത്താണ് പലതും. ശരികൾ നമുക്കറിയില്ല. പക്ഷേ ശരികൾ ഇനി ആരൊക്കെ എന്തൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും, ആരെങ്കിലും സിംഹാസനത്തിൽ നിർത്താൻ ശ്രമിച്ചാലും, ആരെങ്കിലും സിംഹാസനത്തിൽ നിന്ന് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാലും, ചില നഗ്നസത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ കാലത്തിൻ്റെ കണക്ക് പുസ്തകം എഴുതി ചേർക്കപ്പെടുമ്പോൾ ഒരു വംശം മുഴുവൻ താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൻ്റെ കുലം മുഴുവൻ താൻ ആരെയാണോ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്, ജനത്തെയാണോ നീ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്, ആ ജനം തന്നെ കല്ലെറിയുന്നൊരവസ്ഥ. തെറ്റ് ചെയ്യുന്നവൻ, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതുപോലെ പാപം ചെയ്യുന്നവർ കല്ലെറിയാൻ ശ്രമിച്ചാൽ ആ കല്ലുകൾ കാലത്തിൻ്റെ
കാലത്തിൻ്റെ കുടമുണ്ട്, നിഗൂഢതകൾ സൂക്ഷിക്കുന്ന കുടം. അത് പൊട്ടിത്തകരില്ല. ആ നിഗൂഢത പുറത്തു വരുന്നൊരു കാലമുണ്ട്. അത് ജന്മജന്മാന്തരങ്ങളിലൂടെ കടന്നു വന്ന് നിൻ്റെ വംശത്തെ, നിൻ്റെ ജന്മത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള അവസാനം മനുഷ്യൻ്റെ ആയുസ്സിന് മോക്ഷപ്രാപ്തിയില്ലാതെ കിടന്ന് നരകിച്ച് അനുഭവിച്ച് ജീർണിച്ച് മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ലാതെ ശ്വസിക്കാൻ കഴിയാതെ അങ്ങനെയുള്ള ഒരുപാട് ഞാൻ ചരിത്രത്തിൻ്റെ ഏടുകളിൽ മാത്രമല്ല പൗരാണികമായിട്ടുള്ള ഒരുപാട് കഥകളിലൂടെ പിന്നിലൂടെ പോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങളിലൂടെ പിന്നിലോട്ട് പോകുമ്പോൾ കരയുന്ന യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ. അതുകൊണ്ട് മനുഷ്യൻ്റെ ഇപ്പോൾ ഇലക്ഷൻ തിരഞ്ഞെടുക്കാൻ വരുവാണ്. അപ്പോൾ കാറിലൊക്കെ ചീറിപ്പാഞ്ഞു പോകുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാരൊക്കെ വേഗത തുറച്ചു. അവരൊക്കെ പൊതുസമൂഹത്തിൽ ഇറങ്ങിപ്പെട്ടു. മറ്റേത് കാണില്ല. ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ കണ്ണാടി കൂടിനകത്താകും, കാറിനകത്തൊക്കെ പോലീസുകാർ മാറടാ എന്ന് പറഞ്ഞാൽ അതിവേഗത്തിൽ പോകും. ഇവരെങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാൻ വയ്യ. പിന്നെ മനുഷ്യരെ കണ്ടാൽ തിരിഞ്ഞറിയില്ല. 5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഒരു രംഗത്തേക്ക് ഇറങ്ങും. ഞാൻ ഇപ്പോൾ BJPയിലൊക്കെ ആണെങ്കിൽ പോലും ഒരുപാട് നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കന്മാരാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരാണെങ്കിൽ പോലും ഇലക്ഷൻ അടുക്കുമ്പോൾ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അങ്ങനെയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വെളുക്കെ ചിരിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയും ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടാൽ തിരിച്ചറിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സമൂഹമാണല്ലോ ഇലക്ഷൻ എന്ന് പറയുന്നത്. അധികാരത്തിന് വേണ്ടി ആരെയും അധികാരമെന്ന അപ്പകഷ്ടത്തിന് വേണ്ടി ആർത്തി പൂണ്ട് നടക്കുന്ന ചില മനുഷ്യരാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു മലയാള സിനിമയിലും സീരിയലിലൊക്കെ പണ്ടുണ്ടായി നടനായിട്ട് നിന്ന ഒരാളൊക്കെയാണ്. പിന്നെ അയാൾ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി 2-3 ഇലക്ഷനിലൊക്കെ മത്സരിച്ച് അയാളെ ഞാനുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല. ഞാൻ അയാളെ പണ്ടെങ്ങാണ്ട് എത്രയോ കാലത്ത് കണ്ടിട്ടുള്ളതാണ്. അയാൾ BJPയുടെ വലിയ നേതാവാണ്. ഞാൻ ഈ ജീവിതത്തിൻ്റെ ഒരു ഭൗതികതയൊക്കെ കട്ടകെട്ട് ആത്മീയമായി നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അഭയം തേടി ഒരു വീട്ടിൽ വിളിച്ചു പറഞ്ഞ് അയാളെ അവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് പറഞ്ഞു. എനിക്ക് അയാളുമായിട്ടൊരു ബന്ധവുമില്ല. അപ്പം അയാൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? അയാൾ എന്ത് നേട്ടത്തിന് വേണ്ടിയാണ്? അയാളെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലോ, അയാൾ എന്നെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലോ എങ്കിലൊരു കാര്യമുണ്ട്. നമുക്ക് കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത അഭയം തേടി നടന്ന ഒരു സ്ഥലം ആർക്കോ വേണ്ടിയിട്ട് അയാളെ വിളിച്ചു പറഞ്ഞു, അവിടെ കള്ള സ്വാമിയായിട്ട് നടക്കുവാണ്, അയാളെ അവിടെ കയറ്റി വിടണം, അയാളെ ഇറക്കി വിടണം എന്ന് പറയുന്ന വെളുക്കച്ചിരിച്ച് സുമുഖനായ ചില അവരൊക്കെ ഇപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ ഞാനിങ്ങനെ പച്ചയ്ക്ക് പറയുന്നതുകൊണ്ട് എനിക്ക് പേടില്ല. പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അവരൊക്കെ പേര് പറഞ്ഞാൽ പിന്നെ നമ്മൾ മുഖം ഒന്നുകൂടെ ഒന്ന് കഴുകണം. കാരണം പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളുമുള്ള മനുഷ്യൻ്റെ യാതൊരുവിധ ബന്ധങ്ങളുമില്ലാതെ രാഷ്ട്രീയത്തിൻ്റെ നിലനിൽപ്പിനും ഇരിപ്പിടത്തിനും വേണ്ടി മാത്രം മനുഷ്യനെ സ്നേഹിക്കുന്ന യാതൊരുവിധ കാര്യങ്ങളുമില്ലാത്ത രാഷ്ട്രീയത്തിൻ്റെ അതേസമയം എത്രയോ രാഷ്ട്രീയത്തിൽ ചെറുപ്പക്കാർ അടിയും കൊണ്ട് വെയിലും കൊണ്ട് നടക്കുന്നവരൊക്കെ ഇവരൊക്കെ AC മുറിയിൽ നിന്ന് ഇലക്ഷൻ ആകുമ്പോൾ പുറത്തോട്ടിറങ്ങാം, പിന്നെ AC കയറി യാത്ര ചെയ്യുക, പിന്നെ കുറേ PR വർക്ക് ചെയ്ത് കുറേ ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുക. ഒരു ബന്ധങ്ങളുമില്ല. ഇതവരൊക്കെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയം എന്ന ഒരു കപടതയുടെ മുമ്പിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് കപടത തന്നെയാണ്. സിൻസിയറായിട്ടുള്ള എത്ര നേതാക്കന്മാരെ നമുക്ക് കാണാൻ പറ്റും? ഏതെങ്കിലും രാഷ്ട്രീയം ഞാൻ ഒരിക്കൽ പട്ടത്ത് പീതാംബരക്കുറുപ്പ് താമസിക്കുന്ന DCC പ്രസിഡൻ്റായിരുന്ന പീതാംബരക്കുറുപ്പിനെ കാണാൻ പോകുമ്പം നമ്മുടെ റോഡ് സൈഡിലെ പട്ടത്തെ ആ ഒരു കമ്പിയിൽ പിടിച്ചു നിന്ന ഒരാൾ കിതയ്ക്കുന്നു. ഞാൻ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന് പിടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ കുഞ്ഞെ എനിക്കൊരു ചായ മേടിച്ച് തരുമെന്ന്. ഞാൻ അവിടെ അമ്പലപ്പട്ട റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ചായ മേടിച്ച് അദ്ദേഹം കൊടുത്തു. അതാണ് MN ഗോവിന്ദൻ നായരെന്ന് പറയുന്ന പുതിയ തലമുറയ്ക്ക് അനുഭവിക്കാൻ അറിയാത്ത ഒരു വലിയ മഹാനായ നേതാവ്. അങ്ങനെ ഒരു നേതാവ് ഇപ്പോൾ റോഡിൽ കൂടെ ഇറങ്ങി നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സത്യം. നമ്മുടെ കാലം ഇങ്ങനെ മാറി തിരിഞ്ഞു വന്നു. ഇപ്പോൾ രാഷ്ട്രീയമെന്ന് പറയുന്നത് ഒരു ബിസിനസ്സായിട്ട് മാറി. പാവപ്പെട്ടവനും പണക്കാരനും വംശജാതിയും മതവും ഒക്കെ രാഷ്ട്രീയമൊക്കെ പോയി. അതൊക്കെ വേറൊന്നായി മാറി. അതുകൊണ്ട് ഞാൻ ഇത്തരം വിഷയങ്ങളിലേക്ക് അകത്തേക്ക് കടക്കുന്നില്ല. രാഷ്ട്രീയം പറയരുതെന്ന് ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് രാഷ്ട്രീയം പറഞ്ഞ ആൾക്കാരെ വെറുപ്പിക്കുന്നത്? എനിക്ക് പിന്നെ രാഷ്ട്രീയത്തെക്കുറിച്ച് അഗാധമായ പാണ്ഡിത്യവും ജ്ഞാനവും ഒന്നുമില്ല. പക്ഷേ മനുഷ്യൻ്റെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും വിളിച്ചു പറയണമെന്ന് എനിക്കുണ്ട്. ഈ പറയുന്ന ഒരു നേതാവ് ഇപ്പോൾ BJPയുടെ ഒരു കാൻഡിഡേറ്റ് ആവാനായിട്ട് ഭയങ്കര ശ്രമമാണ്. അയാളൊക്കെ നിന്നാൽ തോറ്റുപോകും. അതിനകത്തൊന്നും ഒരു സംശയവുമില്ല. അവരൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളെയും അവൻ്റെ പ്രശ്നങ്ങളെയും തിരിച്ചറിഞ്ഞ് പരിഹരിക്കപ്പെടുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യാൻ വെളുക്കച്ചിരിച്ച് ഇലക്ഷൻ കാണുമ്പോൾ മാത്രം പുറത്തിറങ്ങി ചിരിച്ചുകൊണ്ട് നിന്ന് കെട്ടിപ്പിടിക്കുകയും പിന്നെ കാണാതിരിക്കുകയും ഇലക്ഷൻ കഴിയുമ്പോൾ പുറത്തു വരുന്ന ഇത്തരം നേതാക്കന്മാരെ നിങ്ങൾ തിരിച്ചറിയണം. ഇലക്ഷൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ തിരിച്ചറിയൂ. ജനങ്ങളുമായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇടപെടുകയും ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയും ജനപ്രതിനിധിയായിട്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരെ തിരിച്ചറിയൂ. ഇലക്ഷൻ വരുന്നതുകൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ വരുന്ന നേതാക്കന്മാരെ നിങ്ങൾ തിരിച്ചറിയൂ. രാഷ്ട്രീയ കപടത നിങ്ങൾ തിരിച്ചറിയൂ. രാഷ്ട്രീയത്തിലെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും നിങ്ങൾ തിരിച്ചറിയൂ. ലോകത്തിൻ്റെ അല്ല, നമ്മുടെ ദേശത്തിൻ്റെ ഉയർച്ചയ്ക്ക്, നമ്മുടെ നാടിൻ്റെ ഉയർച്ചയ്ക്ക്, നാടിൻ്റെ വികസനത്തിന് പാവപ്പെട്ടവൻ ഇരുട്ടത്തൊന്ന് വിളിച്ചാൽ
ഒന്ന് ഉറക്കെ നിലവിളിച്ചാൽ എന്തെന്ന് ചോദിക്കുന്ന നേതാക്കന്മാരെ വേണം നിങ്ങൾ രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുക്കാൻ. ഇവിടെ വിശ്വാസങ്ങളെല്ലാം നഷ്ടപ്പെടുകയും വിശ്വാസങ്ങളെല്ലാം ഇല്ലാതാവുകയും മനുഷ്യൻ അധികാരത്തിന് വേണ്ടിയിട്ട് എന്തും ജനങ്ങളെ വിശ്വസിപ്പിച്ച് ചെയ്ത് അധികാരം നേടാൻ ശ്രമിക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് നിങ്ങൾ വരികയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെന്താ ചെയ്യേണ്ടത്? നിങ്ങളില്ല, നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ തിരിച്ചറിയൂ, നമുക്ക് നിലനിൽക്കേണ്ടത് നമ്മുടെ മണ്ണാണ്, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളാണ്. നമുക്ക് വേണ്ടത് അധികാര കസരയിലിരുന്ന് ആർത്തിരുമ്പുന്ന ആർത്തട്ടഹസിക്കുന്ന അധികാരമോഹികളെയല്ല, ജനങ്ങളെയും ദേശത്തെയും ചേർത്ത് പിടിക്കുന്ന നല്ല നല്ല ജനപ്രതിനിധികളെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കൂ. നിങ്ങളുടെ മനസാക്ഷിക്ക് അനുസരിച്ച് വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ. അല്ലാതെ വെളുക്കെ ചിരിച്ചു കൊണ്ടുവരുന്ന ഇലക്ഷൻ വരുമ്പോൾ മാത്രം മനുഷ്യനെ ചേർത്ത് പിടിച്ച് പിന്നെ എനിക്കറിയില്ലേ ഇന്ന ആളല്ലേ എന്ന് ചോദിക്കുന്ന കപട വാക്കുകളുമായിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്നവരെയല്ല വേണ്ടത്. നിങ്ങൾ തിരിച്ചറിയൂ, അത് BJP-കാരനാണെങ്കിലും ശരി തന്നെ, മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണെങ്കിലും ശരി തന്നെ, കോൺഗ്രസ്സുകാരാണെങ്കിലും ശരി, മറ്റേത് പാർട്ടിക്കാരാണെങ്കിലും ശരി. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ മന്ത്രിക്കുപ്പായങ്ങൾ തുന്നി വയ്ക്കുമ്പോൾ അവർ ചിന്തിക്കേണ്ട ഒന്നുണ്ട്, താൻ നിൽക്കുന്ന മണ്ഡലത്തിൽ നിന്ന് താൻ തിരഞ്ഞെടുക്കപ്പെടുമോ എന്ന്. അത് സ്വയം നേതാക്കന്മാർ ചിന്തിക്കുന്ന നല്ലതാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട്, കാരണം പിണറായി വിജയൻ സർക്കാർ 9 സംഖ്യയായിട്ട് അധികാരത്തിൽ വരുമെന്ന് ഞാൻ ഭാരത് ലൈവിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അന്ന് അതുപോലൊരു പ്രവചനം പറയാനുള്ള മനസ്സെനിക്കിപ്പോൾ ഇല്ല. കാരണം ഇവിടെ സംഭവിക്കുന്നത് മുഴുവൻ നമ്മുടെ അവിശ്വസനീയമായ ചില കാര്യങ്ങൾ, ചില വാർത്തകൾ ഈ ഇലക്ഷനിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.